ഞാനിപ്പോഴും സ്പോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ കൈ ഇതുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഇതുണ്ടല്ലേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. സാധാരണഗതിയിൽ നമ്മൾ വീടിൻ്റെ ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ, ഒരു 10 or 15 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു ട്രാവലിംഗ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരെയാണ് വന്നേക്കുന്നത്. ഒരു അതിമനോഹരമായ ഒരു കാഴ്ച നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയാണിത്. ഇപ്പോൾ ഞാനുള്ളത് മാനന്തവാടിയാണ്. മാനന്തവാടിയിൽ നിന്ന് ഇനിയും നമുക്കൊരു 20 കിലോമീറ്റർ കൂടെ അങ്ങോട്ട് പോകണം. അങ്ങനെ ഒരു ടോട്ടൽ എനിക്ക് കായനാട്ടിൽ നിന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്ററോളം ദൂരെയാണ് ആ സ്പോട്ട് എന്താണ് എന്നൊക്കെയുള്ള സസ്പെൻസാണ്. ഞാൻ അവിടെ ചെന്നിട്ട് മാത്രം കാണിച്ചു തരാം. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ ഒരു സ്ഥലത്ത് വരികയുണ്ടായി. വെറുതെ ഒരു സ്ഥലമല്ല, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂള് മാനന്തവാടി ഫാദർ GKMHS കണിയാരം. എൻ്റെ ഈ പുറകെ കാണുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. GKMHS കണിയാരം. അവിടെയാണ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ ഒരൊറ്റ വർഷം എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ളൊരു സ്കൂളാണിത്. കാരണം ഞാൻ 8ാം ക്ലാസ്സിലും ഒരു കുട്ടി സ്കൂളിൽ വരുന്നു. അപ്പോൾ അവിടെ അത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ആ ക്ലാസ്സിലോട്ട് ഞാൻ ചെല്ലുമ്പം ഒരു അപരിചിതനായിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ മുതൽ എൻ്റെ ഓർമ്മകളും എൻ്റെ അനുഭവങ്ങളും തുടങ്ങണം. ഒരു മാസം കൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് സ്കൂളിൽ, അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായൊരു ആ ഒരു ഓർമ്മകളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാം. ആ കാണുന്നതാണ്, അങ്ങ് അവിടെ കോർണറിലായിരുന്നു എൻ്റെ ക്ലാസ്. അവിടെ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കും. ഇങ്ങനെ ഈ ചുവട്ടിൽ വന്നിരുന്ന ആ മരം എല്ലാം എനിക്ക് ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ട് എൻ്റെ മനസ്സിലോട്ട്. അപ്പോൾ ഒരു കാഴ്ച നിങ്ങളോട്ട് എത്തിച്ചു എന്നുള്ളൂ. പോകുന്ന വഴിക്ക് ഒരു ആഗ്രഹം തോന്നി കയറിയതാണ്. അപ്പം ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം, ഇലയിൽ പൊതിഞ്ഞാണ് ചോറ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്പോട്ടും കൂടെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നി ഏറ്റവും പറ്റിയൊരു സ്പോട്ട് ഇതായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, ലഞ്ച്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇലയിലാണ് ചോറ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ്. ഇത് മൊത്തം കഴിച്ച് തന്നിട്ട് വേണം ബാക്കി നമുക്ക് ഓടിച്ചു പോകാൻ. ഇനിയുണ്ട് ഒരു 20-25 കിലോമീറ്ററും കൂടെ ഏകദേശം ഉണ്ട്. സ്പോട്ട് ഞാൻ സസ്പെൻസായിട്ട് വെച്ചേക്കുവാണ്. ആ സ്പോട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഇന്നലെ പറിച്ച മാങ്ങയാണ്. മാങ്ങേൻ്റെ അച്ചാറും ചെറുപയറും. നോമ്പായതുകൊണ്ട് ഒരു നോൺ വെജ് ഐറ്റം ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ച സ്കൂള്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സ്കൂള്, ആ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ ചോറുണ്ട് അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ ഒന്നും കൂടെ ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു നൊസ്റ്റാൾജിയ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാനതൊന്ന് ആ നൊസ്റ്റാൾജിയ ഒന്ന് ആസ്വദിച്ച് ഭക്ഷണം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് മതിയാക്കാം. ഞാൻ പറഞ്ഞ സ്പോട്ടിലോട്ട് പോവാം. ഞാനിപ്പോഴും സ്പോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പോകല്ലേ, നമ്മൾ സ്കൂളിനോട് ബൈ പറയാണ്. നമ്മൾ പോവാണ്. അപ്പം ഇനി ഞാൻ സസ്പെൻസ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാഴ്ചകൾ പാൽച്ചുരത്തിൻ്റെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് എൻ്റെ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണ് ഉള്ളത്. സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ പാൽച്ചുരം തുടങ്ങുന്നത്. പാൽച്ചുരം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. മാനന്തവാടിയിൽ നിന്ന് ആദ്യം ബോയ്സ് ടൗണിൽ വരണം. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു 15-17 കിലോമീറ്റർ കഴിഞ്ഞാൽ ബോയ്സ് ടൗൺ. മാനന്തവാടി കണ്ണൂർ റൂട്ടിലോട്ട് വരണം. പേരിയ റൂട്ടിലോട്ട് ഒരു 16 കിലോമീറ്റർ. അവിടെ നിന്നും ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പം റൈറ്റ് സൈഡിലോട്ട് തിരിയുക, ഇരിട്ടി റോഡ്. അപ്പം ആ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കറക്റ്റ് 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പാൽച്ചുരം ഇറങ്ങാൻ തുടങ്ങും. പാൽച്ചുരത്തിൽ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം ഒന്ന് പോവുകയുണ്ടായി. അന്ന് കാർ കൊണ്ടാണ് പോയത്. അന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിരുന്നു ഒന്നും കൂടെ ഇവിടെ വരണം ബൈക്കിൽ. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ടൊരു ചുരം കണ്ടിട്ടില്ല. ഒന്നാമത്തെ പ്രത്യേകത അത്രയും കുത്തനെയുള്ള ഇറക്കമാണ്.
കുത്തനെയുള്ള ഇറക്കം എന്ന് വെച്ചാൽ നല്ലതുപോലെയുള്ളൊരു കുത്തനെയുള്ള ഇറക്കം. അപ്പം ആ ഒരു ഡ്രൈവും മാത്രമല്ല അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. വെള്ളച്ചാട്ടമുണ്ട്. ഒരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് റൈറ്റ് സൈഡിൽ. അതും ഒരുപാട് ഈ ചെങ്കുത്തായ ഇറക്കങ്ങളും മീൻസ് കുറേ കുഴികളും വെള്ളവും വെള്ളത്തിൻ്റെ സൗണ്ടും ഭയങ്കര വേറൊരു ആംബിയൻസ് തന്നെയാണ്. സോ നമ്മൾ ആ കാഴ്ചയിലോട്ടാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് വളവും തിരിവൊക്കെ ഇറങ്ങി താഴെ വരെ പോകാണ്ട് താഴെ വരെ പോയി കയറി വരാനാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങളോട് എത്തിക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾക്ക് കാണാം വണ്ടിയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കയറി വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ, ഞാൻ അവിടെ കൊണ്ട് കാണിക്കാം. അവിടെയാണ് ഫസ്റ്റത്തെ ഭയങ്കര ഇറക്കമുള്ളത്. അതിന് മുമ്പ് ഒരു കാഴ്ച നിങ്ങൾ കാണണം. ഇവിടുന്ന് താഴോട്ടൊരു അടിപൊളി കാഴ്ചയുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു അരുവി താഴോട്ട് ഒഴുകി പോകുന്നുണ്ടെന്ന്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാവുന്നതാണ്. അത് മുകളിൽ നിന്ന് ആ മലയിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അപ്പോൾ ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ ആ അരുവിയുടെ ഒരു ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതാ ചെറിയൊരു പാറക്കെട്ടുണ്ട്, അതങ്ങനെ താഴോട്ട് പോവുകയാണ്. എന്താ പറയുക, ഒരു തണുപ്പാണ്, നല്ലൊരു കൂളിംഗ് ഫീലാണ് ഇവിടെ. താഴേന്ന് വണ്ടിക്ക് ഹോൺ അടിച്ച് കയറി വരികയാണ്. ഞാൻ റോട്ടിൽ നിന്ന് നമ്മുടെ റോഡാണ് ആ പോണേ. അവിടെ നിന്ന് മെല്ലെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ച ഒന്ന് അടുത്ത് കാണാൻ, കാരണം അത് അടുത്ത് കാണേണ്ട കാഴ്ചയാണ്. നിങ്ങൾ നോക്കാം, ഈ പാറക്കെട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഈ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച. എന്തൊരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ. ക്ലാരിറ്റി ഉള്ളൊരു ഫോണാണെങ്കിൽ പൊളിക്കാൻ പറ്റിയ കാഴ്ചതാ. മരത്തിൻ്റെ വേര് പുഴയിലോട്ട്, മരത്തിൻ്റെ വേര് പുഴയിലിറങ്ങി വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മീൻസ് അത്രയും പ്രകൃതി ഭംഗിയുള്ളൊരു കാഴ്ച. ഈ വെള്ളമാണ് ഇങ്ങനെ പോയി താഴോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് അതിലും നല്ല കാഴ്ചയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് പോയിൻ്റ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. കുറച്ച് ഡേഞ്ചറസ് ആണ്, നമുക്ക് എന്തായാലും പോയി നോക്കാം. എൻ്റെ കൈ ഇതുണ്ട് മുറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഇതുണ്ടല്ലേ, വണ്ടി ഇതാ വലിഞ്ഞ് കയറുകയാണ്. ഇതാ റോഡൊക്കെ ഇവിടെ സൈഡ് ഇതാ ഇടിഞ്ഞ് കിടക്കുകയാണ്. മീൻസ് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, റോഡ് അത്ര പെർഫെക്റ്റ് അല്ല. നമ്മുടെ താമരശ്ശേരി ചുരം പോലെയൊന്നും റോഡ് അത്ര പെർഫെക്റ്റ് അല്ല, ക്ലീൻ അല്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇറങ്ങിയില്ലായിരുന്നു ഈ കാഴ്ച നമുക്ക് മിസ്സാകുമായിരുന്നു. ഇതാ അങ്ങോട്ട് പോവാണ് ഈ വെള്ളം. അടിപൊളി കാഴ്ചയല്ലേ? ഈ ചെറിയ ഈ വെള്ളത്തിൻ്റെ കണ്ടില്ലേ, ആ ഒരു കളകള ശബ്ദം, ഭയങ്കര ഒരു ഫീല്. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഉദ്ദേശം ഇതാണ്, വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം, നല്ല ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം എഡിറ്റ് ചെയ്യുമ്പോഴാണ് ക്ലാരിറ്റി മൊത്തം നഷ്ടമാകുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് മെല്ലെ കയറി പോവാം അടുത്ത സ്പോട്ടിലോട്ട്. കാര്യം ചുരം അടിപൊളിയാണ്, നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടെങ്കിലും സേഫ്റ്റി മെഷേഴ്സിന് ഒട്ടും ഒരു വില കൊടുക്കാത്തൊരു പോയിൻ്റാണിത്. മീൻസ് റോഡിൽ ഇവിടെ നോക്കാം, ഇവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വണ്ടി നിയന്ത്രണം വിട്ടു പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും. അതാ ഇതുപോലൊരു വണ്ടി ഇങ്ങ് വന്നിട്ട് നിയന്ത്രണം വിട്ട് പോയി കഴിഞ്ഞാൽ താഴെ പോകും. അത്രയേ ഉള്ളൂ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഒരു വലിയ പോരായ്മ ഉണ്ട് ഇവിടെ. ഇത് വേറൊരു പോയിൻ്റാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ കുറച്ചിങ്ങനത്തെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ ഇറക്കം എന്ന് പറഞ്ഞത്. ഈ രണ്ട് വളവും ഒക്കെ വരുമ്പോൾ ലോഡിങ് വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കയറ്റം. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ഭാഗം. നമ്മുടെ ആ പുഴ അരുവി പോകുന്നു. എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കിൽ നിന്ന് മൊബൈൽ താഴെ പോയി കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ്, എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അടിപൊളി പോയിന്റ് അല്ലേ, നല്ലൊരു കാഴ്ചയല്ലേ ഇത്? ഇനി തൊട്ടടുത്തൊരു കാഴ്ചയുണ്ട്, നമ്മുടെ വണ്ടി വെച്ച ഭാഗത്തൊരു കാഴ്ചയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് മൂപ്പര് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഇത് ലെഫ്റ്റ് സൈഡ്, ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഒരു കാഴ്ചയാണിത്. പിന്നെ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടോ അങ്ങനെയുണ്ട്. ഇതാ അവിടെ ഒരു മല, ആ മലേൻ്റെ അപ്പുറം വേറൊരു മല, ഒരു നല്ലൊരു വ്യൂ. ഭയങ്കര ഗർത്തമാണ് സത്യം പറഞ്ഞാൽ. ഇവിടെയാണ് ഞാൻ വണ്ടി വെച്ചേക്കുന്നത്. ആ വണ്ടീൻ്റെ തൊട്ട് സൈഡിൽ പോയി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേടിയോ, അതുപോലത്തെ ഒരു ഭയങ്കര ഗർത്തമാണ്. ഡേഞ്ചറസ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ മൊബൈൽ സ്റ്റിക്കിന് താഴെ പോയി കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്ക് സ്റ്റിക്ക് താഴോട്ട് നീട്ടാൻ വരെ പേടിയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ലേ. സോ ഇതാണ് നെക്സ്റ്റ് ഒരു വ്യൂ പോയിൻ്റ്. ഇത് ഓരോ 200 മീറ്റർ കഴിയുന്തോറും ഇങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അടുത്ത വ്യൂ പോയിൻറ്റിലോട്ട് നമ്മൾ പോകുന്നു. അടുത്ത വ്യൂ പോയിൻറ്റിലോട്ട് പോവാണ്. നമ്മൾ ബൈക്ക് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലുള്ള കേവ്സും അതുപോലുള്ള ഇറക്കമാണ്. നേരത്തെ ഞാൻ തൊട്ട് മുമ്പ് സ്ഥലത്ത് ബൈക്ക് പാർക്ക് ചെയ്തപ്പം സൈഡ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി തെന്നി മുമ്പോട്ട് പോയി. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് അവിടെ നിന്നു. മീൻസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സേഫ് സൈഡുള്ള സ്ഥലത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. മീൻസ് കണ്ടില്ല നിങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളൂ. നമുക്കൊന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഒരു പോർഷനുമില്ല. മീൻസ് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുമ്പം സൈഡാക്കാനൊക്കെ ഉള്ള സ്ഥലവും സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മേലോട്ട് പോകണം, ഒരു 100-200 മീറ്റർ മേലോട്ട് നടക്കണം. അവിടെ ഒരു ചെറിയൊരു നല്ലപോലെ കാണാൻ മീൻസ് നല്ലൊരു കാഴ്ചയുണ്ട്. അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. ഇത് നോക്കാം നിങ്ങൾ, ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടാണ് നോക്കി, ഒരു മരം മീൻസ് അതിൻ്റെ മുകളറ്റം ശാഖകളൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിലെങ്ങനെ കയറി പോയിട്ട് അതിൻ്റെ അറ്റത്ത് ചെന്നിട്ട് താഴോട്ട് ചാടാമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. താഴോട്ട് ചാടുന്നതിന് പ്രശ്നമില്ല. ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരത്തോട്ട് താഴോട്ട് പോകും എന്നുള്ളതിന് ഒരു വിവരവും നമുക്കില്ല. ഈ കയറാൻ തന്നെ മീൻസ് ഭയങ്കര ഇതാ, നിങ്ങൾ നോക്കിക്കോളൂ. അത് സപ്പോസ് നമ്മൾ അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിവിടെ നോക്കി നോക്കുക, ജസ്റ്റ് ഒന്ന് ക്യാമറ ഓടിക്കാം. ഒരു അടിപൊളി സീൻ. ഞാൻ പറഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് ഇതുപോലെ തന്നെയാണ്, നല്ല കാഴ്ചയാണ്. ഇതിന് മനോഹരമായിട്ടുള്ള കാഴ്ച കുറച്ച് മേലെയുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇത്രയും ഒരുപാട് ലോഡ് എടുത്ത വണ്ടി വരുമ്പോൾ ഇപ്പം അവിടെ നല്ല ഇറക്കാണ്. ആ ഇറക്കത്തിൽ നിന്ന് വണ്ടി ഒരു നിയന്ത്രണം വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു മീൻസ് ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. സൈക്കിൾ പോലും അവിടെ തടഞ്ഞു നിൽക്കില്ല. നമുക്ക് കുറച്ച് മുകളിലോട്ട് നടക്കണം. നടക്കുന്നതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണിത്. അതിന് ലോഡ് കയറ്റി വേറൊരു വണ്ടി വരുന്നുണ്ട്. ലോഡും വണ്ടികളാണ്. കാരണം നമ്മളിപ്പോൾ വയനാട് ജില്ലയിലല്ല നിൽക്കുന്നത്, നമ്മൾ ജില്ല മാറിയിട്ടുള്ള കളിയാണ്. സത്യം പറഞ്ഞാൽ താഴെ വണ്ടി വെച്ചിട്ട്, പാലച്ചുരത്തിൻ്റെ താഴെ വണ്ടി വെച്ചിട്ട് അങ്ങ് നടന്ന് കയറണം. അപ്പോൾ ഒരു കാഴ്ച മിസ്സാകാണ്ട് പോകാൻ പറ്റും. കാരണം ഞാൻ കാഴ്ചകൾ കാണുന്നുണ്ട്, എല്ലാ കാഴ്ചയും നിങ്ങളോട് എത്തിക്കാൻ പറ്റില്ല. വണ്ടിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല. അല്ലെങ്കിൽ പോകുന്ന വഴി തന്നെ ആ ഇറങ്ങുമ്പോൾ തന്നെ അടിപൊളി കാഴ്ചയാണ്. ഞാൻ പറഞ്ഞത് അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ, അവിടെ നിന്നിട്ട് ഇപ്പുറത്തോട്ടൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊന്ന് പോയി നോക്കാൻ നമുക്ക്. കുരങ്ങന്മാർ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതൂർന്ന് നിൽക്കുന്നൊരു കാട്, അതിൻ്റെ ഉള്ളിലൂടെ ഒരു റോഡ്. ഈ റോഡ് ഒരു നല്ലപോലെ വൃത്തിയായി കറക്റ്റ് മെയിൻറ്റെയിൻഡ് ആയിരുന്നെങ്കിൽ എന്താ പറയുക, നല്ലൊരു അടിപൊളി ഒരു സുഖമായിരുന്നു. ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ട്രാവലിൻ്റെ ഒരു സുഖം കിട്ടില്ല. കണ്ടില്ല, ഇടതൂർന്ന് നിൽക്കുവാണ് കാട്. ത്രൂ ഔട്ട് അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു വഴി. എന്താ പറയുക, വേറൊരു ഫീൽ തന്നെയാണ് യാത്ര ചെയ്യുമ്പം. നമ്മുടെ വയനാട് ജില്ല ചുരം സംരക്ഷിച്ചതുപോലെ വയനാട് ചുരത്തിൻ്റെ
താമരശ്ശേരി ചുരത്തിൻ്റെ ആ ഒരു സംരക്ഷണമൊന്നും ഇവിടെ ഇല്ല. ഈ സൈഡ് കണ്ടില്ലേ, എപ്പോൾ മീൻസ് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വീഴാൻ പാകത്തിന് ഒരു മണ്ണൊലിപ്പുണ്ടായാലും വീഴാൻ പാകത്തിനുള്ള പാറകളാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണുന്നത്. ഇനി നമ്മുടെ കാഴ്ചയിലോട്ട് പോവാം. ഇതാ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുക, ഒരു സൈഡ് മുതൽ നല്ലൊരു കാഴ്ച. എന്താ പറയുക, നല്ലൊരു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു HD വാൾപേപ്പറായിട്ട് നമ്മുടെ മൊബൈലിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കാഴ്ച. നിങ്ങൾക്ക് ആ പുഴയുടെ നമ്മുടെ അരുവീൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. വണ്ടിയിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുക, പയ്യൻ കാര്യമായിട്ട് എന്ത് ചെയ്യുവാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ കയ്യിലുള്ളത് സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ മേലെ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു മരം നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് അപ്പുറത്തോട്ടുള്ള വ്യൂ കറക്റ്റ് കിട്ടുന്നില്ല. കുറച്ചും കൂടെ മുകളിലോട്ട് എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കി നോക്കാം. നിങ്ങൾ ബേക്കോട്ട് നോക്കിക്കോളൂ, എത്ര മനോഹരമായ കാഴ്ചയാണെന്ന്. നല്ല കാഴ്ചയാണ്. ഞാൻ ഫ്രണ്ട് ക്യാം ഓൺ ചെയ്ത് തരാം, നിങ്ങളൊന്ന് കാഴ്ച കാണൂ കേട്ടോ. നല്ലൊരു BGM ഇട്ട് തരാം, ഇത് ആസ്വദിക്കാൻ പറ്റിയൊരു BGM ഇട്ട് തരാം കേട്ടോ. നല്ലൊരു ഫീലാണ്. ആ അരുവി പോകുന്നതിൻ്റെ സൗണ്ട് ത്രൂ ഔട്ട് ഇവിടെ നിന്ന് താഴെ വരെ നമുക്ക് കേൾക്കാൻ പറ്റും. നല്ലൊരു കാറ്റും. ഞാൻ കണ്ണൂർ വെച്ചൊരു എക്സാം എഴുതിണ്ടായി. അപ്പോഴാണ് ഇതിലെ കൂടെ പോകാനായിട്ട് ഇടയൊരു സാഹചര്യം ഉണ്ടായത്. കാർ കൊണ്ടായിരുന്നു പോയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ ഒരു 2-3 സ്ഥലത്ത് നിർത്തി ഇതൊന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടിയില്ല. ഒന്നാമത് രാവിലെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക് ആണെങ്കിൽ കാറും കൂടി ആകുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമുണ്ട് ഇവിടെ. കാഴ്ചകളൊക്കെ സൂപ്പറാണ്, പക്ഷേ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം. അതുകൊണ്ട് കാറ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്ത് കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു ഏതെങ്കിലും ഒരു ദിവസം ബൈക്ക് കൊണ്ട് വരണമെന്ന്. അപ്പം ഇന്ന് ബൈക്ക് കൊണ്ട് വന്നപ്പോഴും ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എടുത്തപ്പം അതിനുള്ള സജ്ജീകരണങ്ങളായിട്ട് പോന്നു. പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊന്നും ഇവിടെ കിട്ടില്ല. മീൻസ് ഇപ്പം നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന കാഴ്ചകളൊക്കെ സെയിം ആയിരിക്കും. അത് നോക്കുന്ന എവിടെ നിന്ന് നോക്കുന്നു എന്നതിൻ്റെ ആശ്രയിച്ച് ചെറുതായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫീല് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. കണ്ടില്ലേ, സൂര്യൻ അവിടെ നിന്ന് ഒരു നല്ല വെയിൽ. ഈ ഒരു ഭാഗത്തൊക്കെ തണലുണ്ട്, പക്ഷെ നിങ്ങൾക്കറിയാം അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല വെയിലാണ്. റോഡിൻ്റെ ഒരു സൈഡൊക്കെ നല്ല വെയിലാണ്. അയ്യോ, ചേട്ടൻ്റെ പെട്രോൾ തീർന്നോന്ന് സംശയമുണ്ട്. ഇനി ആ ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വണ്ടി അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം ലോഡും വണ്ടി കയറി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം വണ്ടി എടുത്ത് മാറ്റണം. ആ ചേട്ടന്മാർ കൈ കൊണ്ടും കാലും കൊണ്ടും കാണിക്കുന്നുണ്ട്, എടുത്തിട്ട് പോടാൻ. നല്ല ഇറക്കാണ്, നല്ല ഇറക്കവും നല്ല വളവും. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഇറക്കാണ്. നല്ല രാവിലെയും കൂടെ ആണെങ്കിൽ അപാര ഫീലായിരിക്കും കേട്ടോ. ഇതാ സോ ഏകദേശം നമ്മൾ ചുരത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം കാഴ്ച കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. അതിനു മുമ്പ് നിങ്ങൾ ആ താഴേന്ന് വണ്ടി കയറി വരുന്ന ഒരു ഏകദേശം താമരശ്ശേരി ഈ ഒരു ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം നമുക്ക് ഓർമ്മ വരും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇതാ ഹെയർ പിൻ നമ്പർ 5. അതായത് എനിക്ക് തോന്നുന്നു ചുരം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കണ്ടിട്ട് നമ്മൾ കാഴ്ച അവസാനിക്കും. ഇങ്ങനത്തെ ബ്ലോക്ക് ഇവിടെ സാധാരണമാണ്. ഇവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട്.
ഈ കുരിശിൻ തൊട്ടിയോട് ചേർന്നുള്ള വ്യൂ ആണ്. നമ്മൾ ആ ഒരു വ്യൂ കൂടെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ്. നമ്മൾ കണ്ടു ഒരറ്റം മുതൽ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന മനോഹര കാഴ്ചയാണ്. നമ്മൾ തുടങ്ങി അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ വിരളം ഓടിക്കുകയാണെങ്കിൽ അന്യായ ഫീലാണ് മക്കളെ, അന്യായ ഫീൽ. കണ്ടില്ലേ? ഒരു വൈകുന്നേരമോ രാവിലെയോ ആയിരുന്നെങ്കിൽ ഒരു സൺസെറ്റും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് കാഴ്ച. നിങ്ങൾക്ക് നോക്കാം, അവിടെയൊക്കെ ഇങ്ങനെ കുറേ മേഘങ്ങളുടെ ഉള്ളിലാണ് മല. നമുക്കൊരു കുറച്ച് ലെയറുകൾ കാണാം നമുക്ക്, പക്ഷേ കുറേ ലെയർ മേഘങ്ങളുടെ ഉള്ളിലാണ്. അതേപോലുള്ള ഒരു അപാര വിഷ്വലാണ്. നിങ്ങൾക്ക് കശുമാമ്പഴത്തിൻ്റെ ഏരിയ സ്റ്റാർട്ട്, ഇനി അങ്ങോട്ട് ഇരുട്ടി കണ്ണൂർ പോകുമ്പോൾ ഇതിൻ്റെ ഏരിയ ആയിരിക്കും നല്ല പഴുത്ത് തൂങ്ങി നിൽക്കുന്നത്. ഇതിൽ പഴുത്തത് കിടപ്പില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം പറിച്ച് തിന്നായിരുന്നു. മാറ്ററിൽ നിന്ന് പോയി. സോ ഇതാണ് നമ്മുടെ മാറ്റർ. ഈ കാഴ്ചയിലൂടെ നമ്മൾ ഇന്നത്തെ കാഴ്ച വൈൻഡ് ചെയ്യുന്നു. നമ്മൾ ഈ കടയിൽ നിന്ന് ഒരു പെപ്സിയോ മിറൻ്റെയോ മേടിച്ച് കുടിക്കുന്നു. ദാഹിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള വെള്ളം തീർന്നു. അതിനുശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ആയിക്കോട്ടെ, തണുത്തതില്ലേ പറഞ്ഞ കൊണ്ടാട്ടെ. തിരിച്ചു പോകണം വീട്ടിലോട്ട്, കാരണം മഴ പെയ്യാനുള്ളൊരു എൻ്റെ ആദ്യം വയനാട് ജില്ലയിൽ കയറി ഒരൊറ്റ വീടിൻ്റെ വീട്ടിലോട്ട്. എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ സ്റ്റേയിങ് വിത്ത് മീ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.